ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞാനിന്ന് ഒരു ഗ്രീൻ ബീൻസ് കറിയുടെ റെസിപ്പിയാണ് പറയുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് കുക്കറിൽ വളരെ പെട്ടെന്ന് ഈ ഗ്രീൻ ബീൻസ് കറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ ബീൻസ് ഇവിടെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, തലേ ദിവസമേ ഇട്ട് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഈ ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സവാള, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ വേണ്ടത് തക്കാളി, പിന്നെ പച്ചമുളക്, മല്ലിയില, ഇത് ഓരോന്ന് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊടികളായിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഒരു മാഗി ക്യൂബിൻ്റെ ഒരു 1/4 ഭാഗം അതുകൂടി ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം, അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ബീൻസ് വേകുന്നതിന് ആവശ്യമുള്ള വിസിൽ നമ്മൾ കേൾപ്പിച്ചെടുക്കണം. ഓരോ കുക്കറിനും ഒരുപോലെ ആയിരിക്കത്തില്ല. ഞാനൊരു 4 വിസിൽ കേട്ടപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പാൻ വെച്ച് കൊടുക്കാം, അതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം, പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിപ്പോഴാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് അപ്പത്തിനോടും ദോശയോടും ഇടിയപ്പത്തിനോടൊക്കെ ഒപ്പം നമുക്ക് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കറി റെഡിയായി കിട്ടും. നമുക്ക് രാവിലെ പെട്ടെന്ന് നമുക്ക് കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.